എല്ലാവർക്കും സംസ്കൃതി UGC NET പേപ്പർ 1 സ്റ്റഡിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതിന് ശേഷം മാറ്റം ഉണ്ടായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ വന്ന മാറ്റങ്ങളും നമ്മുടെ എന്തൊക്കെയായിരുന്നു, കുറെ കമ്മീഷൻസും കമ്മിറ്റീസും ഉണ്ട്. ഓക്കെ, അതാണ് ഇനി പോസ്റ്റ് ആൻഡ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതായത് ഏൻഷ്യന്റ് അല്ലാതെ മോഡേൺ ഇന്ത്യന്റെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് ഉള്ളത് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട്. ആൻഡ് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ തന്നെ നമുക്ക് മോർ ദാൻ 10 കമ്മിറ്റീസും കമ്മീഷൻസും പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ മുന്നേ പഠിച്ചിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് കമ്മീഷൻസ് മാത്രമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ റീസെന്റ് എക്സാംസിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ഭാഗങ്ങളിൽ നിന്നും പല കമ്മിറ്റീസും കമ്മീഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടതുകൊണ്ട് തന്നെ അത്തരം ഏരിയകളെല്ലാം നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മുടെ പഠനത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ കമ്മിറ്റീസും കമ്മീഷൻസും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ടർ ആക്ട് ഓഫ് 1813 ആണ്. വെരി ഇമ്പോർട്ടന്റ് വൺ, ചാർട്ടർ ആക്ട് ഓഫ് 1813. ഓക്കെ, ഈ ഡേറ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ചാർട്ടർ ആക്ടിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ചാൾസ് ഗ്രാന്റ് ആണ്. ഓക്കെ, ഹി വാസ് എ ബ്രിട്ടീഷ് പേഴ്സൺ, Charles Grant, and Charter Act is also known as East India Company Act. East India Company Act, and the law was passed by the British Parliament to renew the charter of the British East India Company and extend its rule in India for another 20 years. Okay, ശരിക്കും ചാർട്ടർ ആക്ട് ബ്രിട്ടീഷുകാരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവരുടെ റോൾ ഇന്ത്യയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷനിൽ അവർക്ക് ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, അവരുടെ റോൾ ഉണ്ട്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ദ കമ്പനി വാസ് റിക്വയർഡ് ടു സെറ്റ് അസൈഡ് 1 lakh rupees. Okay, this amount is very important. 1 lakh rupees for scientific and English education. Okay, ഇന്ത്യയിലെ സയന്റിഫിക് ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരം 1 lakh rupees എല്ലാ വർഷവും പെർ ആനുവം അവർ നീക്കി വെക്കാനായിട്ടുള്ള ഒരു പോളിസി അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഫോർ സയന്റിഫിക് ആൻഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഈവൻ ദോ അത് അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്, കാരണം അവരുടെ റൂള് ഈസി ആക്കാനും അവരുടെ അവരുടെ ബിസിനസ്സും റൂളും എല്ലാം ഇന്ത്യയിൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻസിനെ സയന്റിഫിക്കും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ കൂടിയിട്ട് അതിൽ ഇന്ത്യൻസിനും ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ചാർട്ടർ ആക്ട് ഓഫ് 1813 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ചാൾസ് ഗ്രാന്റ് വാസ് ദ ചെയർപേഴ്സൺ. 1 lakh rupees നീക്കി വെക്കാനായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. Then it permitted Christian missionaries to preach English and their religion in India. Charter Act എന്തിനു പെർമിഷൻ കൊടുത്തു? ക്രിസ്ത്യൻ മിഷണറീസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും അതുപോലെ ക്രിസ്ത്യൻ റിലീജിയൻ സ്പ്രെഡ് ചെയ്യാനും ഉള്ള അനുവാദം ചാർട്ടർ ആക്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഹിന്ദു കോളേജ് 1817. ഇന്ത്യയിലെ ഫസ്റ്റ് കോളേജസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഇത്, ഹിന്ദു കോളേജ്. ഹിന്ദു കോളേജ് 1817 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ഈ ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഈ ഹിന്ദു കോളേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലോർഡ് ഹേസ്റ്റിങ്സ്, ദെൻ രാജാറാം മോഹൻ റോയ്, ഡേവിഡ് ഹെയർ, അലക്സാണ്ടർ ഡഫ്. ഇത്രയും പേരുടെ ശ്രമഫലത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഹിന്ദു കോളേജ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് അത് ചാർട്ടർ ആക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചാർട്ടർ ആക്ടിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ മൈനർ ആണ് എന്ന് വിചാരിക്കുന്ന ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. സോ ഡേറ്റ്സ് നോക്കണം, ചെയർപേഴ്സൺ നെയിംസ് നോക്കണം, ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, എല്ലാം വളരെ വ്യക്തമായിട്ട് പഠിക്കണം. Okay, and can I move on to the next one?
ചാർട്ടർ ആക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടാണ്. ഓക്കെ, എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട്. എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട് വാസ് ഫോംഡ് ഇൻ 1823. 1823 Elphinstone Report was very similar to Charter Act, and it was to promote Western education. Indian education മാറിയിട്ട് ഒരു വെസ്റ്റേണൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സെക്യുലർ എഡ്യൂക്കേഷൻ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റെക്കമെൻഡഡ് ഗവൺമെന്റ് ഫണ്ട് ഫോർ എഡ്യൂക്കേഷൻ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടാണ് ആദ്യമായിട്ട് ഗവൺമെന്റ് ഫണ്ട് ഫോർ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഇൻഫ്ലുവൻസ്ഡ് മക്കോളേസ് മിനിറ്റ്സ്. ഈ എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടാണ് മക്കോളേസ് മിനിറ്റ്സ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതും എൽഫിൻസ്റ്റോൺ റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എൽഫിൻസ്റ്റോൺ റിപ്പോർട്ട് വാസ് ഇൻ 1823. It was similar to Charter Act and it promoted Western education and it influenced Macaulay's minutes. Okay, it influenced Macaulay's minutes. Okay, and moving on to the next one, നമ്മൾ Macaulay's minutes ആണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. Macaulay's minutes is very important one and it was in 1835. Macaulay's minutes കൊണ്ടുവന്നത് ഏത് വർഷത്തിലാണ്? 1835ലാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് എ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. മിനിറ്റ്സ് പറഞ്ഞാൽ അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിലെ പ്രധാനമായിട്ട് വന്ന ഡിസ്കഷന്റെ ടോപ്പിക്സ് അല്ലെങ്കിൽ അതിലെടുത്ത തീരുമാനങ്ങളൊക്കെയാണ് നമ്മൾ മിനിറ്റ്സിൽ നമ്മൾ കാണിക്കുക. ഓക്കെ, അപ്പോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ആണ് മെക്കോളേസ് മിനിറ്റ്സ് എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ് വാസ് based on Indian education and it was a document written by British historian and politician Thomas Babington Macaulay. Okay, and the document outlined a plan to introduce English education in India, and it was to introduce English education in India presented before the Governor General of India, William Bentinck, and this is also very important. Macaulay's minutes present ചെയ്തത് ആരുടെ മുന്നിലായിരുന്നു? അന്നത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള വില്യം ബെന്റിക്കിന്റെ മുന്നിലായിരുന്നു ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് റെക്കമെൻഡഡ്, അത് Macaulay's മിനിറ്റ്സിൽ റെക്കമെൻഡ് ചെയ്ത ബാക്കിയുള്ള വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. They proposed English as the medium of instruction. English as medium of instruction. English പഠിപ്പിക്കുക, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ എന്താണ്, ഇംഗ്ലീഷ് ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കാനുള്ള റെക്കമെൻഡേഷനും കൂടി Macaulay's മിനിറ്റ്സിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. യൂറോപ്യൻ ലിറ്ററേച്ചർ, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇന്ത്യയിലോട്ട് ഫസ്റ്റ് കൊണ്ടുവരാനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ആരായിരുന്നു? Macaulay ആയിരുന്നു. ഓക്കെ, then Macaulay proposed closing colleges that only taught Eastern philosophy and subjects. Eastern, അതായത് ഇന്ത്യൻ ഓറിയന്റൽ ഫിലോസഫി, ഓറിയന്റൽ സബ്ജക്ട്സ്, ഇന്ത്യൻ ഫിലോസഫി മാത്രം പഠിപ്പിച്ചിരുന്ന കോളേജസും സ്കൂൾസ് എല്ലാം അടക്കണം, ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു പ്രപ്പോസൽ കൂടി Macaulay's മിനിറ്റ്സിൽ ഉണ്ടായിരുന്നു. പകരം എന്താണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്നായിരുന്നു അവരുടെ റെക്കമെൻഡേഷൻ. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് they proposed to educate a select few Indians. ഒരു ഇന്ത്യയിൽ നിന്ന് വളരെ സെലക്ട് ചെയ്തിട്ട് അവർ ഫിൽട്ടർ ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകളെ മാത്രം ഇത് പഠിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ കൊണ്ടുവന്നത്. കാരണം ഇതിന്റെ ഭാഗമായിട്ട് എന്താണ്, ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയും. ഓക്കെ, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി വിൽ കം അക്രോസ് ദാറ്റ്. ഓക്കെ, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ആ ഒരു തിയറി യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ തീരുമാനം. ഡൗൺവേർഡ് ഫിൽട്രേഷൻ നമ്മൾ ഇനി കാണും, ഓൾറെഡി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോ ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാനായിരുന്നു മെക്കോളയുടെയും അതുപോലെ ബ്രിട്ടീഷേഴ്സിന്റെയും തീരുമാനം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്ഷൻ, മേ ബി എലൈറ്റ് ആയിരിക്കാം, അപ്പർ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് വെരി സ്കോളർലി ബിഹേവിയേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് പഠിപ്പിക്കുക. ഓക്കെ, ഇനി അവര് വഴി ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുക. ലൈക്ക് ഇനി അവര് പഠിച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുക. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ പഠനത്തിന്റെ, ഈ എഡ്യൂക്കേഷന്റെ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. വൺ ഓഫ് ദ തിങ്സ്. ഓക്കെ, അപ്പൊ എന്താണ്,
അവരുടെ വളരെ സെലക്ട് ചെയ്ത ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് എഡ്യൂക്കേഷന്റെ ചെലവ് കുറയുകയും ചെയ്യും. മാത്രമല്ല അവരുടെ ഫിലോസഫിക്ക് ഐഡിയോളജിയും ഒക്കെ സമ്മതിക്കുന്ന, മീൻസ് അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. മേ ബി ഒരു ലാർജർ സെക്ഷനെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും. ആ ലാർജർ സെക്ഷനിൽ തന്നെ അവരുടെ ഐഡിയോളജിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിലും പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്യൂ സെക്ഷനെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി മെക്കോളസ് മിനിറ്റ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനെ സ്പ്രെഡ് ചെയ്യുക. ദെൻ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, ദെൻ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. Okay, we already saw that. And downward filtration theory could create bilingual elites. Bilingual എന്താണ്? രണ്ട് ഭാഷ സംസാരിക്കാൻ കഴിയുന്നവര്. ഓക്കെ, ബൈലിംഗ്വൽ എലീറ്റ്സിനെ ഒരു ബൈലിംഗ്വൽ ആയിട്ടുള്ള ഇംഗ്ലീഷും ഇന്ത്യൻ ലാംഗ്വേജും അവരുടെ മദർ ടങ്ങും സംസാരിക്കാൻ കഴിയുന്ന ഒരു അപ്പർ ക്ലാസ് ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന് മെക്കോളസ് മിനിറ്റ്സ് കാരണമായിട്ടുണ്ട്. ദെൻ ദിസ് മെക്കോളസ് മിനിറ്റ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബിഗിനിങ് ഓഫ് ഓറിയന്റലിസ്റ്റ് വേഴ്സസ് ആംഗ്ലിസിസ്റ്റിക് എഡ്യൂക്കേഷൻ ഡിബേറ്റ്. ഓക്കെ, ഈ ഓറിയന്റൽ എഡ്യൂക്കേഷൻ, ആംഗ്ലിസിസ്റ്റ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതിന്റെ പേരിലുള്ള ഏതാണ് നല്ലത്, ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിബേറ്റ്, അങ്ങനെ ഒരു ഡിസ്കഷൻ തുടങ്ങാൻ തന്നെ കാരണം ഈ മെക്കോളസ് മിനിറ്റ്സ് ആണ്. ഓക്കെ, ഈ ഓറിയന്റലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈസ്റ്റേൺ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, ഈസ്റ്റേൺ ഇന്ത്യൻ എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഓറിയന്റലിസം എന്ന് പറയുന്നത്. ആൻഡ് ആംഗ്ലിസിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ, യൂറോപ്യൻ എഡ്യൂക്കേഷനെയാണ് നമ്മൾ ആംഗ്ലിസിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓവർ ഡിക്കേഡ്സ് നമ്മൾ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്ന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തുടങ്ങിയ കാലം മുതലുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് ഈ ഓറിയന്റലിസം വേഴ്സസ് ആംഗ്ലിസിസം എന്നുള്ളത്. ഓക്കെ, അതെന്താണ്? നമ്മുടെ ഇന്ത്യൻസ് പഠിക്കേണ്ടത് വെസ്റ്റേൺ ഫിലോസഫീസും വെസ്റ്റേൺ ഐഡിയോളജീസും വെസ്റ്റേൺ ലിറ്ററേച്ചേഴ്സും ആണോ, അതോ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫീസും ഐഡിയോളജീസും ആണോ പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഡിബേറ്റ് ആണ് അത്. ഓക്കെ, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, മെക്കോളസ് മിനിറ്റ്സ് പ്രപ്പോസ് ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കോളസ് മിനിറ്റ്സിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഓക്കെ, ദേ പ്രപ്പോസ്ഡ് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് ആൻഡ് ഇന്റലക്ട്. ഇതിൽ നിന്ന് തന്നെ അവരുടെ ഉദ്ദേശം എന്താണ്, ഇന്റൻഷൻ, അവരുടെ പേർപ്പസ് ഓഫ് ടീച്ചിങ് ഇന്ത്യൻസ് എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അവരുടെ കൺവീനിയൻസ് മാത്രം, അവരുടെ മാത്രം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻസിനെ പഠിപ്പിച്ചതെങ്കിൽ കൂടി നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി എന്താണ്, അവരുടെ ആ ഒരു റേസിസം ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ. ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ എന്തായിരിക്കും, ദേ വുഡ് ബി ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് ആൻഡ് ഇന്റലക്ട്. അതെന്താണ്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ആയിക്കോട്ടെ, അവരുടെ റൂൾ ആയിക്കോട്ടെ, ഇവിടെ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് മെക്കോളസ് മിനിറ്റ്സ് പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ദെൻ ലോർഡ് ഓക്ലാൻഡ് ആർഗ്യൂഡ് ഫോർ ലിമിറ്റിംഗ് ദ ഗവൺമെന്റ് എഫേർട്സ്. ഈ മെക്കോളസ് മിനിറ്റ്സ് വന്നപ്പോ അതിൽ എന്താണ്, ഗവൺമെന്റിന്റെ ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിലുള്ള പ്രപ്പോസൽസ് ആയിരുന്നു ഇതിലെ മെക്കോളസ് മിനിറ്റ്സിൽ മുന്നോട്ട് വെച്ചിരുന്നത്. അപ്പോ ലോർഡ് ഓക്ലാൻഡ് എന്ന് പറയുന്ന മറ്റൊരു പേഴ്സൺ, ആൻഡ് ഹി ആർഗ്യൂഡ് ഫോർ ലിമിറ്റിംഗ് ഗവൺമെന്റ് എഫേർട്സ്. ഓക്കെ, ഇതിനെതിരെ ഒരു ചെറുതായിട്ട് നമ്മൾ ഇതും കൂടെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കാം. എന്താണ്, മെക്കോളസ് മിനിറ്റ്സിന് ഒരു എഗെയിൻസ്റ്റ് ആയിട്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് വാട്ട്, ഗവൺമെന്റിന്റെ എഫേർട്സ്, ഇന്ത്യൻസിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എഫേർട്സ് അത്രത്തോളം എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ലോർഡ് ഓക്ലാൻഡ് ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെക്കോളസ് മിനിറ്റ്സിൽ വരുന്നത്. ഐ ഹോപ്പ് യു ഓൾ ആർ ക്ലിയർ. വീണ്ടും എല്ലാം ഓൾറെഡി എല്ലാം വീണ്ടും ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കുന്നില്ല. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അറ്റ് ദ മൊമെന്റ് റേസ് യുവർ ഹാൻഡ് ഓർ ആസ്ക് മീ. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് യു വാണ്ട് മീ ടു റിപ്പീറ്റ് അഗെയിൻ ഓർ ഇഫ് യു വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ മോർ, പ്ലീസ് ആസ്ക് മീ അറ്റ് ദ മൊമെന്റ്. ഓക്കെ,
We already saw Macaulay's minutes was in 1835. Then it was by Thomas Babington Macaulay. The present Governor General, like his name was William Bentinck. Then English as a medium of instruction then European literature, then downward filtration theory, then Orientalism versus Anglicism. എല്ലാം എന്താണ് മിനിറ്റ്സിന്റെ Macaulay's മിനിറ്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പോർട്ടാണ് വുഡ്സ് ഡിസ്പാച്ച്. ഓക്കെ, നെക്സ്റ്റ് റിപ്പോർട്ട് ഓഫ് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. എന്താണ് വുഡ്സ് ഡിസ്പാച്ച്? ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ച് ഇറ്റ് വാസ് ഇൻ 1854. 1854 വുഡ്സ് ഡിസ്പാച്ച് ഉണ്ടായിരുന്നത്. And it was issued by Sir Charles Wood. Sir Charles Wood ആണ് അതിന്റെ ചെയർപേഴ്സൺ, and he was the president of Board of Control of East India Company. Okay, East India Company, I hope you all are familiar. And East India Company ന്റെ president ആയിരുന്നു, and it was proposed to Lord Dalhousie. Okay, proposed by Charles Wood to Lord Dalhousie. Okay, both are important. Okay, then and the Woods Dispatch is known as the Magna Carta of English education in India. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഇത് വുഡ്സ് ഡിസ്പാച്ച് ഓഫ് 1854. Okay, and it emphasized the establishment of a comprehensive education system. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്, ഫ്രം പ്രൈമറി ടു യൂണിവേഴ്സിറ്റി ലെവൽ. അതായത് ഒരു ഫ്രം പ്രൈമറി വളരെ ചെറിയ മുതൽ യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷൻ വരെ ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് വുഡ്സ് ഡിസ്പാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതുവരെ നമ്മൾ മുന്നേ കണ്ടതെല്ലാം എന്തായിരുന്നു? അവരുടെ കൺവീനിയൻസിന് മാത്രം വേണ്ടി, അവരുടെ ബെനിഫിറ്റ്സിന് മാത്രം വേണ്ടി, ബ്രിട്ടീഷേഴ്സിന്റെ ബെനിഫിറ്റ്സിന് മാത്രം വേണ്ടിയിട്ട് എന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും സയന്റിഫിക് എഡ്യൂക്കേഷനും മാത്രം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വുഡ്സ് ഡിസ്പാച്ച് മുതലാണ് അതിനൊരു മാറ്റം വരുന്നത്. കാരണം ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് ഏതാണ്? വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, and it recommended the promotion of Western education and English language as a medium of instruction for higher education. ഹയർ എഡ്യൂക്കേഷനിലാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊമോഷൻ അതെല്ലാ കമ്മീഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ബട്ട് എന്താണ് ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം അറ്റ് ദ സെയിം ടൈം വുഡ്സ് ഡിസ്പാച്ച് കുഡ് പ്രൊവൈഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊപ്പോസ്ഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസിലെ യൂണിവേഴ്സിറ്റീസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള എന്താണ്? വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, and they followed the model of London University for that. Okay, then they encouraged the development of vernacular education at the primary level to reach the masses. എന്താണ്? they encouraged the development of vernacular education. vernacular education എന്താണ്? റീജിയണൽ ലാംഗ്വേജിലുള്ള അവരുടേത്, അതായത് ഇന്ത്യൻ ഓറിയന്റൽ എഡ്യൂക്കേഷനെയും അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ? പ്രൈമറി ലെവലില്. ഇംഗ്ലീഷ് ലാംഗ്വേജും വെസ്റ്റേൺ എഡ്യൂക്കേഷനും കൂടുതൽ പ്രോമിനൻസ് കൊടുത്തത് എവിടെയായിരുന്നു? ഹയർ എഡ്യൂക്കേഷനിൽ. അതുകൊണ്ടാണ് വുഡ്സ് ഡിസ്പാച്ച് ഒരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു എന്ന് നമ്മൾ ഓൾറെഡി കണ്ടത്. ദെൻ ഇറ്റ് അഡ്വക്കേറ്റഡ് ഫോർ ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എ പോയിന്റ് ടു റിമെമ്പർ. ഓക്കെ, then they highlighted the need for female education. Female education കൊണ്ടുവന്നു and called for the efforts to increase women's access to education. Female educationും vernacular educationും എല്ലാം കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ് ആദ്യമായിട്ട്. Then they suggested the creation of Department of Public Instruction in each province for the supervision of educational activities. എഡ്യൂക്കേഷനിൽ വളരെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അത് വളരെ വൃത്തിയായിട്ട് നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്, അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ ഒരു സെക്ഷൻ കൂടി കൊണ്ടുവരാനായിട്ടും പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്? വുഡ്സ് ഡിസ്പാച്ച്. Then it introduced the idea of providing grants in aid to private educational institutions that adhere to certain standards.
ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നതിനോട് കൂടി തന്നെ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വുഡ്സ് ഡിസ്പാച്ച്. ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗ്രാന്റ്സ് കൊടുക്കാനുള്ള ഒരു റെക്കമെൻഡേഷൻ വുഡ്സ് ഡിസ്പാച്ചിൽ ഉണ്ടായിരുന്നു. Then it played a crucial role in shaping modern educational policies in colonial India and had a lasting influence on India's education system. അതുകൊണ്ടാണ് മാഗ്ന കാർട്ട എന്ന് പറയാൻ കാരണം മോഡേൺ എഡ്യൂക്കേഷണൽ പോളിസീസ്, മോഡേൺ ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷണൽ പോളിസീസിലെ എന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വുഡ്സ് ഡിസ്പാച്ചിലെ റെക്കമെൻഡേഷൻസ്. Then it led to the formation of 10+2+3 system. Very important one. 10+2+3 system ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്തു വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് നമ്മുടെ ഡിഗ്രി ആൻഡ് യൂണിവേഴ്സിറ്റി ലെവലിലെ എഡ്യൂക്കേഷൻ 4-year ഡിഗ്രിയും ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ഫാർ വി ഹാവ് ബീൻ ഫോളോയിങ് 10+2+3. ഓക്കെ, എന്താണ് 10 വരെ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് വരെ, ദെൻ ഹയർ എഡ്യൂക്കേഷൻ, ദെൻ ഹയർ സെക്കൻഡറി, ദെൻ ഡിഗ്രി, യൂണിവേഴ്സിറ്റി ലെവൽ. ഓക്കെ, ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ആൻഡ് ഇറ്റ് റെക്കമെൻഡഡ് അഫിലിയേറ്റിംഗ് വിത്ത് പ്രൈവറ്റ് സ്കൂൾസ്. വി ഓൾറെഡി സോ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷനിൽ എന്തുണ്ടായിരുന്നു വുഡ്സ് ഡിസ്പാച്ചിൽ ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് റീകോൾ വുഡ്സ് ഡിസ്പാച്ച് ഇൻ 1854 and it was issued by Sir Charles Wood. And he was the president of East India Company. Okay, East India Company introduced the act and Pitt's India Act 1784. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ദെൻ ജസ്റ്റ് നോളജ് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനീന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചാൾസ് വുഡ് പ്രപ്പോസ് ചെയ്തത് ആരോടായിരുന്നു? ടു ലോർഡ് ഡാൽഹൌസി. And Wood's dispatch is known as the Magna Carta of English education in India, and it established a comprehensive education system because വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൂടാതെ അതിനോടൊപ്പം തന്നെ റീജിയണൽ വെർണാക്കുലർ എഡ്യൂക്കേഷനെ കൂടെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല പ്രൈമറി ലെവൽ മുതൽ യൂണിവേഴ്സിറ്റി ലെവൽ വരെയുള്ള എല്ലാ എഡ്യൂക്കേഷന്റെ കാര്യങ്ങളും അത് അവരുടെ കൺസിഡറേഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ it proposed, Wood Dispatch proposed the establishment of universities in Calcutta, Bombay and Madras. അതും ലണ്ടൻ യൂണിവേഴ്സിറ്റീസിന്റെ മോഡലിലുള്ളതായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ദേ എൻകറേജ് വെർനാക്കുലർ എഡ്യൂക്കേഷൻ അറ്റ് പ്രൈമറി ലെവൽസ്. ദെൻ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ടീച്ചർ ട്രെയിനിങ്ങും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള റെക്കമെൻഡേഷൻ പ്രപ്പോസൽ ആദ്യമായിട്ട് വെച്ചത് വുഡ്സ് ഡിസ്പാച്ച് ആയിരുന്നു. ദെൻ ഫീമെയിൽ എഡ്യൂക്കേഷൻ, ദെൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഗവൺമെന്റിന്റെ ഒരു സൂപ്പർവിഷൻ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വേണം എന്നുള്ള പ്രപ്പോസൽ ആദ്യം കൊണ്ടുവരുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ദെൻ പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാന്റ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രപ്പോസൽസും കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ദെൻ നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന 10+2+3 എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് റിലേറ്റഡ് ടു വുഡ്സ് ഡിസ്പാച്ച്.